പിടിക്കും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ കേരളം തിരിച്ചു പിടിക്കും ഞങ്ങൾ. അല്ല എനിക്ക് മനസ്സിലായില്ല ഇവിടെ വന്നിട്ട് ഇത് മനസ്സിലായില്ലേ? ഇല്ല. അല്ലെ നീ എന്നെ വർത്താനം പറഞ്ഞേ? കേരളം തിരിച്ചു പിടിക്കണം. ഒന്നാമത് പാവക്കേടെ വിട്ടായിരിക്കണേ. അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനം ഫ്ലൈറ്റ് ഇറക്കും. അത് വിട്ടേക്ക്. എന്നാന്നും ചോദിച്ചത് എന്നാ? നമസ്കാരം. എന്താ പരിപാടി? കേരളം ഞങ്ങൾ തിരിച്ചു പിടിക്കും. കേരളം ഞങ്ങൾ തിരിച്ചു പിടിക്കും. മനസ്സിലായില്ല. ഞങ്ങളെ കേരള രക്ഷായാത്രയായിട്ട് ഇറക്കി. ഓ മറ്റേ യാത്രക്കാരിലുള്ള ആൾക്കാര്. കേരള രക്ഷയാത്ര. കേരള രക്ഷായാത്ര. അതെ കേരളം രക്ഷപ്പെടും. കേരളം രക്ഷപ്പെടും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തും. പെടുത്തുന്നുള്ള കാര്യം അറിയാം. അല്ല മിസ്റ്റർ നാദൃഷ്ക അങ്ങനെ സംസാരിച്ച് നിങ്ങളെ ഒരുപാട് പേരെ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ് പെടുന്നു. പിന്നെ ഈ നിങ്ങളുടെ മുണ്ടിന്റെ കളറ് കണ്ടപ്പോ മനസ്സിലായി. എന്താ കാരണം അറിയോ? ഏത് പാർട്ടിയിലേക്കാണ് എങ്ങനെ മാറിയാലും നിങ്ങൾക്ക് മറിച്ചും തിരിച്ചു കൊടുക്കാമല്ലോ പെട്ടെന്ന്. രണ്ട് കളറ് ബുദ്ധിപരമാണോ? അത് നല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് സാർ. അതാണ് പറഞ്ഞത്. ഞങ്ങളെ പോലുള്ള ബുദ്ധിയുള്ള ആളുകളെ കേരളം കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെടുത്തിയിരിക്കുന്നു. ഇവരുടെ ഇത് ഞാൻ ടിവിയിൽ കണ്ടിരുന്നു. സമ്മേളനം സ്റ്റേജിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. സ്റ്റേജിൽ മാത്രമേ ആളുണ്ടായുള്ളൂ, പുറത്തൊരു മനുഷ്യനുണ്ടായില്ല. അല്ല പക്ഷെ ടിവിയിൽ കണ്ടപ്പോ പുറത്ത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പ്രധാനമന്ത്രി വന്നപ്പോഴേ ആ ഓഡിയൻസിനെ എടുത്തിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റിയതാ. KS പ്രസാദത്തെ പഠിപ്പിച്ച ഒരു പരിപാടിയാണ് ഈ എഡിറ്റിംഗ്. അതായത് സ്റ്റേജിലേക്ക് ആള് പുറത്തുനിന്ന് കാണുകയും ചെയ്യും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഞങ്ങൾക്കറിയാം. അല്ല നിങ്ങളെ പാർട്ടിയുടെ പേരെന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ പേര് പറ മോളെ. പേര് പറ. കൊടി നോക്കുന്ന വെച്ചാൽ ഞങ്ങൾ ആഴ്ചയിൽ ഇങ്ങനെ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഞങ്ങളൊരു ആശയം അങ്ങോട്ട് വെച്ചിട്ട് അവര് എതിർഭാഗം ടീമുകൾ ഞങ്ങളോട് എതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പാർട്ടി അവിടെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പുതിയ പാർട്ടി അങ്ങ് തുടങ്ങി അടുത്ത ആഴ്ച. അതുകൊണ്ടാണ് കൊടി നോക്കിയത്. ഇതിപ്പോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പൂച്ചയും പിന്നെ എലിയും പിന്നെ ഒരു പട്ടിക്കുഞ്ഞാന്നോ അത്? പറഞ്ഞു കൊടുക്ക്, സംഭവം പറഞ്ഞു കൊടുക്ക്. ഇത് സംഭവം ഇത് സിംബോളിക്കലാണ് സാധനം. ഈ പൂച്ച എന്ന് പറയുന്നതാണ് ഞങ്ങള്, ഈ എലി എന്ന് പറയുന്നതാണ് ജനങ്ങള്. മനസ്സിലായോ? ഞങ്ങളപ്പോ അധികാരത്തിൽ ഏറ്റി കഴിഞ്ഞാൽ പൂച്ച എല്ലിനെ തട്ടണ പോലെ പൊതുജനങ്ങളെ ഞങ്ങൾ ഇട്ട് തട്ടും. അതൊക്കെ മനസ്സിലായി. പൂച്ച എലിയുടെ കാര്യമൊക്കെ. അപ്പൊ ഈ പട്ടിക്കുഞ്ഞു പറഞ്ഞു കൊടുക്കാം. പട്ടിയല്ലേ ഇപ്പോഴത്തെ സ്റ്റാർ, തെരുവ് നായ. അതിന്റെ ഒരു സിമ്പിൾ ആണത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ഓടിച്ചിട്ട് കടിക്കത്തില്ലേ അവന്റെ പടം ഇല്ലെങ്കിൽ? പട്ടി ഈഗോ അടിക്കും. ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള സാധനമാണ് പട്ടി. അതെ നിങ്ങളിപ്പോ അധികാരത്തിൽ വരികയാണെങ്കിൽ അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം വേണമല്ലോ. നമുക്ക് ഞങ്ങൾ സെലിബ്രിറ്റീസിന് അല്ലെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയ കാര്യം. ഗുണമുള്ള കാര്യമാണ് ഞങ്ങൾ ഇവിടെ. എന്താ ഞങ്ങൾക്ക് ഗുണമുള്ള എന്താ സെലിബ്രിറ്റികൾക്ക് ഓരോ സെലിബ്രിറ്റിക്കും ഓരോ കാരവാൻ വെച്ച് നിങ്ങൾക്ക് തരും. ആകെ നിങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. ഇത് വെച്ചിട്ട് അയ്യോ ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് അണികളുണ്ട്. അതെ 3 ലക്ഷമാ പുറയിലുള്ളത്. അതായത് ഓരോ സെലിബ്രിറ്റിക്കും നിങ്ങൾ ഓരോ കാരവാൻ വെച്ച് കൊടുക്കും. ഒരു പൗഡർ കൊടുത്തേക്കാം മേക്കപ്പ് ചെയ്യാൻ. വേർക്കുമ്പോ ഒപ്പിക്കളഞ്ഞിട്ട് പൗഡർ പാട് വെച്ച് നിങ്ങൾ നല്ല സുന്ദരന്മാരായിട്ട് കാരവാനി തുടങ്ങി. പിന്നെ മമ്മൂട്ടി ഒഴിച്ചുള്ള എല്ലാ തടിനടന്മാർക്കും ഞങ്ങൾ പെൻഷൻ കൊടുക്കും. അതിനാ മമ്മൂക്കിക്ക് മാത്രം ഇല്ലാതെ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നേ. മമ്മൂട്ടിക്ക് പ്രായാവൂല്ല, പ്രായമല്ലേ പെൻഷൻ കൊടുക്കണ്ടായിട്ടുള്ളൂ. ഇതേ കൂടുതൽ ആരാണ് എന്ത് ഓഫറുകൾ എത്താറുണ്ട്? ഏത് രാഷ്ട്രീയ പാർട്ടി? ഈ സിനിമാക്കാർ മാത്രം മതിയോ നിങ്ങളുടെ പാർട്ടിയിലേക്ക്? കാരണം കാരവനും ഈ പറയുന്ന പ്രായമാകാത്ത പരിപാടിയൊക്കെ നിങ്ങൾ അല്ല, അത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാൻ സെലിബ്രിറ്റീസിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത്. ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുവച്ചേക്കാണ്. പിന്നെ വേറെ സെക്ഷനാണ് ചെയ്യാൻ പോണത്. സാധാരണ ജനങ്ങളെ പറഞ്ഞല്ലോ ആദ്യമേ. ഞങ്ങളെ ഈ സിംബോളിക്കായിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലതും ഉണ്ട് ചെയ്യാൻ, പക്ഷെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ജയിപ്പിച്ച് നിങ്ങൾ വിടുകയാണോ? വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പലതും ചെയ്ത് കാണിക്കാം. ഞങ്ങൾ പറച്ചിലുള്ള കാര്യം, ഞങ്ങൾ ചെയ്തിലാണ് മൊത്തം കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ആശയങ്ങളൊക്കെ തരാനും ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലുള്ള ഒരു നേതാവുണ്ട്. കേന്ദ്രത്തിലോ? കേന്ദ്രത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഞങ്ങൾ ചുമ്മാ ആളുടെ വീട്ടിലും കലങ്ങിന്റെ മേളിൽ കയറുന്ന ആശയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിടുകയാണെന്നാണ്. അല്ല, ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് അവിടുത്തെ തീരുമാനം അവിടുത്തെ ആശയങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നല്ലതാണെങ്കിൽ മാത്രം കേരളത്തിൽ ഞങ്ങൾ പ്രാബല്യത്തിൽ വരും. പുള്ളിക്കാരുടെ പേരെങ്ങനെയാ? പേരെന്നാ? യശ്വന്ത് സഹായ് ജി. എന്നാ? യശ്വന്ത് സഹായ്.
യശ്വന്ത് സഹായ് ജി ഹായ് ജി എന്ത് വെച്ചാലും വിളി അപ്പൊ സഹായിക്കും. മലയാളം അറിയോ? സുനി ചലടാ അല്ല പിന്നെ ആപ്പ് മലയാളം നെയ് മാലു ഹേ നാ അതാ കേക്കാന്നാ ഉദ്ദേശിച്ച ഹിന്ദിയില് സുനി भाइयों ആ. बहनों आज इधर आके मैं बहुत खुशी हो गया। അതാണ് അദ്ദേഹം പറഞ്ഞത്. मैं क्या बोला मालूम? അത് പറ മാലു മാലു വന്നിട്ട് മാലു ഒന്നും വന്നിട്ടില്ല. മാലുവിന്റെ കൊച്ചിന്റെ മോളുടെ 28 കെട്ട് അത് എല്ലാം പ്രകടനത്തിന് പറ്റാം. वो नहीं मैं क्या बोला ഞാൻ ഓമന. അല്ല वो नहीं है ना मालूम। അതാ മേ പൂച്ച പോലോ. അതല്ല അല്ലെന്നീ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അങ്ങനെ ഹിന്ദി തിരിച്ച് നിങ്ങൾ ഹിന്ദിയിൽ പറയും, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനാന്ന് പറയുന്നേ. അങ്ങനെയാണോ പറഞ്ഞത്? ആ എന്നാ പറയണ്ടായിരുന്നു. भाइयों बहनों ഭായി भारत की ऊंचाई के लिए हम सब लोग सपना देखना है। ഓ, nice part. क्या देखना है? सपना। ഹലോ, हाँ നമ്മൾ അങ്ങനത്തെ പാർട്ടി ഒന്നും ഇല്ലട്ടാ. ഞങ്ങൾ ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രം. ഞങ്ങള് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നിന്ന് ആശയപരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോരും. പക്ഷെ പെൺവിഷയത്തില് ഞങ്ങൾ നിൽക്കില്ല. ആദ്യം മാലുവിനെ ചോദിച്ചു, ഇപ്പൊ സ്വപ്നത്തെ ചോദിച്ചു, കുറച്ച് കഴിയുമ്പോ സരിതനെ ചോദിച്ചാൽ നടക്കില്ല. എന്റെ പൊന്നു നമ്മള് ചേട്ടാ, ഒറ്റപ്പെട്ടു പോകില്ല. പുള്ളിക്കാരൻ അതൊന്നും അല്ല പറഞ്ഞത്. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? मैं क्या बोला मालूम? ഈ വക പരിപാടിയായിട്ടാണ് നമ്മുടെ പ്രതിച്ഛായ തകരും കേട്ടോ. കേരളത്തിൽ നമ്മുടെ പ്രതിച്ഛായ തകരും. सुनो എന്നാ സുനു? हम लोगों को सपना देखना है भारत की ऊंचाई के लिए। ഭാരതത്തിൽ ഊഞ്ഞാല, അത് ഓണായപ്പോഴത്തേക്ക് ഊഞ്ഞാല കഴിച്ച് മാറ്റിയത്. പൊന്നു ചേട്ടാ, क्या बोलता है तू? സബ്ജി ഏക് സെക്കൻഡ് സബ്ജിയാ? അതായത് അല്ലനെ കേരളം വളരാൻ വേണ്ടി നമ്മള് കേരളത്തിനെ അത്രത്തോളം നല്ല രീതിയിൽ സ്വപ്നം കാണണം. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ വികസിപ്പിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. സ്വപ്നം, ഡ്രീം. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞോണ്ട് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? പുള്ളിക്കാരന് പിന്നെ ഈ പറയുന്നത് തിരിച്ച് മലയാളത്തിൽ പറയാനാ ഉദ്ദേശിക്കുന്നത്. भाइयों बहनों मुझे छोड़ो, मैं तुम्हारे साथ नहीं। आप लोगों को हिंदी भी नहीं मालूम, केरला भी कुछ भी नहीं मालूम। ठीक है? ഇവനെല്ലാം കറഞ്ഞിട്ട് റൂട്ട് മാറി നമുക്ക് ദേഷ്യം വന്നു എന്ന് പറയുമ്പോ റൂട്ട് മാറ്റിട്ട് വീണ്ടും അവനത് തന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് എനിക്ക് പിടികിട്ടും. ഡോക്ടർ ചേട്ടാ, ഇപ്പൊ എന്നെ ചെയ്യാൻ പറ്റാ? അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഈ കേരളം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന യാത്രയാണല്ലോ അവരുടേത്. കേരള രക്ഷായാത്ര. അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾ ഈ കേരളത്തിന്റെ പുറത്തേക്ക് എല്ലാവരും ഒന്ന് പോയി കിട്ടുക, ഒന്ന് പോയി തരാമോ? അങ്ങനെയാണെങ്കിൽ കേരളം രക്ഷപ്പെടും. കുച്ചിനയി ആപ്പ് ഈ ആൾക്കാരുമായിട്ട് നടന്ന് ഉദർ ഗോ. इससे अच्छा वही है। നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര നടത്തുക, അങ്ങനെയാണ് കേരളം രക്ഷപ്പെടും. അതൊക്കെ ഇവരൊന്നും നമ്മളുടെ രീതിക്ക് വരുന്നവരല്ല. ആശയങ്ങളായിട്ട് ഇവർക്ക് പൊരുത്തപ്പെടാൻ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഒരു പാർട്ടിയുമായിട്ട് ഇതേ ദിവസം ഇതേ സമയം കാണാം. അല്ലേ? ഷോർട്ട് ബ്രേക്ക്. നിങ്ങളെ നന്നാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പിടിക്കും ഞങ്ങള്, പിടിക്കും ഞങ്ങള്, പിടിക്കും ഞങ്ങൾ, പിടിക്കും ഞങ്ങൾ. കേരളം തിരിച്ച് പിടിക്കും ഞങ്ങൾ. കേരളം തിരിച്ച് പിടിക്കും.